അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ മൊത്തം സോഷ്യൽ മീഡിയയിലൊക്കെ ആയിട്ട് നമ്മളൊരു പാർട്ട് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, നമ്മുടെ റൂമിൽ അക്വേറിയം എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ ആണ്. അത് ചെയ്യാൻ കാരണമായത് വേറെ ഒന്നല്ല, നമ്മുടെ റൂമിലെ ഡിസ്കസ് ടാങ്ക് ഒന്ന് ചെറുതായിട്ട് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ മുന്നേ ലീക്ക് ആയതാണ്. അപ്പോൾ ഏകദേശം ഞാൻ ഒപ്പിച്ചിട്ട് ഒരു വർഷത്തോളം ഉപയോഗിച്ചതാണ്, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ രണ്ടാമത് ലീക്ക് ആയപ്പോഴാണ് ഒരു രക്ഷയില്ല കേട്ടോ. ആദ്യം ഒരു സൈഡിൽ ലീക്കായി, അത് ഒട്ടിച്ച് വെള്ളം നിറച്ച്, പിന്നെ വേറൊരു സൈഡിൽ ലീക്കായി. ഏകദേശം ഒരു 5-6 തവണ ലീക്ക് കണ്ടുപിടിച്ച് അത് ഒട്ടിച്ച് വരുന്ന സമയത്തൊക്കെ വേറെ വേറെ സ്പോട്ടിൽ ഇങ്ങനെ ലീക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏകദേശം നമ്മൾ ഈ പരിപാടി നിർത്തിട്ടോ. കാരണം ഈ അക്വേറിയം അടിയിൽ നല്ലൊരു ഷീറ്റ് വന്നിട്ടുണ്ട്. എത്രയൊക്കെ ഒട്ടിച്ചിട്ടും ഇതിന്റെ ലീക്ക് നമുക്ക് തീർക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇനി ഒരു പുതിയ അക്വേറിയം വാങ്ങിയിട്ട് അത് റൂമിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് ഉടനെ തന്നെ ഉണ്ടാവില്ല, കാരണം അത്യാവശ്യം നല്ലൊരു വലിയ അക്വേറിയം ആണ് ഇത്. അത്യാവശ്യം നല്ല ഉള്ള ഗ്ലാസ്സുമാണ്. അപ്പോൾ ഇതുപോലത്തെ അക്യൂറിൽ തന്നെ നമുക്ക് കൊണ്ടുവരണം. ഏകദേശം 2000-2500 രൂപ വരും അതിൽ. അപ്പം കുറച്ച് സമയം എടുക്കും നമ്മളത് ചെയ്തു തരാൻ വേണ്ടി. അതിന് മുന്നേ നമ്മൾ ഡിസ്കസിഷനൊക്കെ എടുത്തിട്ട് നമ്മുടെ താഴത്തെ കോമൺ ടാങ്കിലാണ് കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടെമ്പറേച്ചർ ഇടക്കിടക്ക് മാറുന്നതുകൊണ്ട് അവർക്ക് ഒരു വലിയൊരു പ്രശ്നമാവും. അപ്പോൾ അതിൻ്റെ ഹെൽത്ത് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിനെ പറ്റി നമുക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം വേറൊരു അക്യൂറിയം ഒന്നും ഇല്ല ഇവന്മാരെ ഇവിടെ കൊണ്ടിടാൻ വേണ്ടിയിട്ട്. പിന്നുള്ളത് മുഴുവൻ ഫ്രിഡ്ജ് കേസും കാര്യങ്ങളും. ഈ ഡിസ്കസിന് നമുക്ക് ഫ്രിഡ്ജ് കേസിൽ അങ്ങനെ കീപ്പ് ചെയ്യാനും പറ്റില്ല. വളരെ സെൻസിറ്റീവായ ഫിഷാണ് ഡിസ്കസ്. അപ്പം ഒരുപാട് പേരിനോട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് കീപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണോ അങ്ങനെയൊക്കെ ചോദിച്ച്. കീപ്പ് ചെയ്യാൻ അത്ര പാടൊന്നുമില്ല. കുറച്ച് നല്ല വൃത്തിയുള്ള ടാങ്കും കാര്യങ്ങളും ഉണ്ട്. ഡിസ്കസ് മാത്രമാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ നമ്മുടെ താഴത്തുള്ള കോമൺ ടാങ്കിൽ അങ്ങനെയല്ല. ഏഞ്ചലും കാര്യങ്ങളുണ്ട്, റെഡ് ഷോർട്ടിലുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ അച്ഛൻ നോക്കുന്ന അക്യൂറാണ് അത്. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് ഇവന്മാരൊരു 2-3-4 ദിവസം കൊണ്ട് ഇവന്മാർ തിരിച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ള സെറ്റപ്പിലായിട്ട് കൊണ്ടിട്ട്. പക്ഷേ ഒരു രക്ഷയില്ല, ഈ അക്യൂറത്തിൻ്റെ ലീക്ക് നമുക്ക് കണ്ടുപിടിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ ആ പാർട്ടായിട്ട് വരുന്ന വീഡിയോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യിക്കും. അപ്പം കാരണം ഇനി നല്ലൊരു അക്വേറിയം മേടിക്കണം. ഏകദേശം 2000-2500 രൂപ വരും അതിന്. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും നമുക്ക് ചിലപ്പോൾ മേടിക്കാൻ വേണ്ടിയിട്ട്. പെയർ റെഡിനെയും കൂടെ മേടിക്കാനൊക്കെ ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. റെഡ് റെഫ്ലേഷൻ എന്നാണ് ഡിസ്കസിന് നല്ല രീതിയിൽ റെഡ് കളർ കയറിയിട്ടുള്ളത്. അപ്പോൾ അതിനും കൂടെ മേടിക്കാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോഴാണ് ഈ ലീക്ക് കിട്ടിയത്, പണി കിട്ടിയത്. ഇവന്മാരെ ആണെങ്കിൽ വേറെ ചെറിയ ബേസിലോ ഫ്രിഡ്ജ് കേസിലോ ഒന്നും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അത്ര സെൻസിറ്റീവായിട്ടുള്ള ഫിഷാണ്. അപ്പം കൂടുതൽ സ്ട്രെസ് വന്നാണെങ്കിൽ ഫിഷ് അടിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കുറേ സീനുള്ളതുകൊണ്ടാണ് താഴത്തെ നമ്മുടെ കോമൺ ടാങ്കിൽ അക്വേറിയത്തിൽ കൊണ്ടിട്ടത്. അപ്പോൾ അതിൽ വലിയ കുഴപ്പമില്ല. ഫീറ്റ് എടുക്കുന്നത് കുറച്ച് കുറവാണെങ്കിൽ അത്യാവശ്യം ആൾക്കാർ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ മാക്സിമം അതിൽ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിക്കുന്നത്. ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഒന്നും പറ്റാതിരിക്കട്ടെ. പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ പുതിയ അക്വേറിയം മേടിച്ചിട്ട് അവന്മാരതിൽ കൊണ്ടുവരാം കേട്ടോ. പാർട്ട് വീഡിയോ ഇല്ലയെന്ന് വെച്ചിട്ട് നമ്മൾ ബാക്കി വീഡിയോസൊക്കെ ഡെയിലി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കൂടെ കൂടുക.